ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി കുറേശ്ശെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി എന്ന് പറയുന്ന മകനെ ആ അമ്മ അംഗീകരിച്ചിട്ടില്ലെന്നും ആ അമ്മയ്ക്ക് സച്ചി എന്ന് പറയുന്ന മകനോട് യാതൊരു സ്നേഹവും ഇല്ല എന്നും നമ്മുടെ രേവതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അമ്മ ഉപേക്ഷിച്ച മകന് തന്നാൽ കഴിയുന്ന സ്നേഹവും ആ ഒരു കരുതലും അതൊക്കെ കൊടുക്കാനായിട്ട് തന്നെ നമ്മുടെ രേവതി തീരുമാനിച്ചു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അവർ രണ്ടുപേരും തമ്മിൽ വളരെ സ്നേഹത്തിൽ തന്നെയാണ്. രേവതി ആണെങ്കിലും പൂമാല കെട്ടിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ അതൊക്കെ എക്സ്പേർട്ടായുള്ള രീതിയിൽ ചെയ്യുന്നതാണെന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ അതൊന്ന് കളിയാക്കി, അത് ഇച്ചിരി ചാടി എടുത്താനുള്ള ആ ഒരു സംസാരമാണെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ചുകൊണ്ട് ഏത് ഇരുട്ടത്തും മാല കെട്ടുമെന്ന് പറയുമ്പോൾ അത് കുറച്ചൊന്നും ഓവറായി പോയെന്ന് പറഞ്ഞ് കളിയാക്കിയ സച്ചിക്ക് മുന്നിൽ കണ്ണടച്ചുകൊണ്ട് മാല കെട്ടണം. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ രേവതി മാല കെട്ടി കഴിഞ്ഞപ്പോഴോ സച്ചി ഞെട്ടിപ്പോയി. ദൈവമേ, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. മതി, നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, നിനക്ക് അങ്ങനെ മാല കെട്ടാനുള്ള കഴിവൊക്കെ ഉണ്ട്, ഞാൻ വിശ്വസിച്ചു എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയണം. എന്നിട്ട് ഞാൻ ഈ മാലയൊന്ന് അങ്ങനെ കണ്ണടച്ച് കെട്ടി നോക്കട്ടെ എന്ന് ചോദിച്ചപ്പം കണ്ണടയ്ക്കാതെ ആദ്യം ഒന്ന് കെട്ടി നോക്കുക, അതിനുശേഷം കണ്ണടച്ചിട്ട് കെട്ടി നോക്കാൻ പറയുകയാണ് രേവതി. അത് കേട്ട് നമ്മുടെ സച്ചി ആ മാല എടുത്ത് ഇങ്ങനെ കെട്ടാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. പക്ഷെ നമ്മുടെ സച്ചിയെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. സച്ചിക്ക് പൂവെടുത്ത് ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ അത് കെട്ടുന്ന രീതിയോ ഇതൊന്നും അറിയില്ല. പാവ സച്ചിയുടെ കയ്യിൽ നിന്ന് പൂവെല്ലാം കൂടെ ചെതറി താഴെ പോയി. അപ്പോൾ ഇതത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല കേട്ടോ, എന്നെക്കൊണ്ട് പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. എന്തായാലും കാണാൻ എളുപ്പമാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് സാധിച്ചെന്ന് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, കാണുമ്പം പലതും നിസ്സാരമെന്ന് തോന്നും, പക്ഷേ അതിലേക്ക് കൈവച്ച് കഴിയുമ്പോഴാണ് ഇത് ഇത്രത്തോളം പാടായിരുന്നല്ലോ എന്ന് മനസ്സിലാകുന്നത് എന്ന് നമ്മുടെ താര അവിടെ ഇരുന്നങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഞാൻ പൂമാല കെട്ടാൻ പഠിപ്പിക്കാമെന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഞാൻ മാല കെട്ടാൻ പഠിച്ചാൽ നിനക്കൊരു സഹായം ആവുമല്ലോ, ഞാൻ നിന്നെ സഹായിച്ചാൽ പെട്ടെന്ന് നിനക്ക് മാല കെട്ടി തീരാം, അപ്പോൾ അത്രയും ജോലി എളുപ്പം കിട്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചി അത് പറയുന്നത് കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം കൂടെ നിന്ന് കരുതലോടെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരാളാണല്ലോ തനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ രേവതി ഒന്ന് ചിന്തിച്ചു. അങ്ങനെ രേവതി നമ്മുടെ സച്ചിയെ കുറേശ്ശെ മനസ്സിലാക്കുക. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത് സച്ചി എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് അറിയില്ല, പക്ഷെ അമ്മ പോലും ഉപേക്ഷിച്ച ആ മനുഷ്യനെ കാത്തോളണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ നമ്മുടെ രേവതിക്ക് വീണ്ടും സച്ചിയോടുള്ള അടുപ്പം കൂടി വരിക. മറ്റുള്ളവരെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും താല്പര്യമില്ലാതെ സ്വന്തം ജന്മം കൊടുത്ത അമ്മ തന്നെ തള്ളിക്കളഞ്ഞ മകൻ എങ്ങനെ ആ ഒരു ഇതിലല്ലാതായി പോകും. അതുകൊണ്ട് സ്നേഹം കൊടുത്താൽ തിരിച്ച് കിട്ടും എന്ന് രേവതിക്ക് അറിയാവുന്നത് കൊണ്ട് രേവതി അതേ രീതിയിൽ തന്നെ സച്ചിയുടെ അടുത്ത് ഇടപെടുന്നു. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, ഞാൻ ഈ മാല കെട്ടി തീർത്തിട്ടേ വേഗം വരാം എന്ന് പറഞ്ഞ് സച്ചിയോട് പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ശരിയൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞു. സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മാലകെട്ടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സച്ചിക്ക് അടുത്തേക്ക് ചെന്നപ്പോൾ സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ രേവതി അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പ്രസാദം, സച്ചിയുടെ പേരിൽ കഴിച്ച വഴിപാടിൻ്റെ പ്രസാദം, ആ പ്രസാദം കൊണ്ടുവന്ന് സച്ചിയുടെ നെറ്റിയിൽ ചാർത്താനായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുമായിട്ടാണ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. സച്ചിക്ക് അടുത്തേക്ക് ചെന്ന രേവതിയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെയെന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊടിയിച്ചു കൊടുത്തു. അപ്പോൾ സച്ചി ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കുക രേവതിയെ. കാരണം അങ്ങനെയൊന്നും ആരും ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല സച്ചിക്ക്. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ ഒരു ഇഷ്ടത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. അങ്ങനെ എല്ലാവരോടും അവഗണിക്കപ്പെട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ ആ ഒരു മനുഷ്യനെ നമ്മുടെ രേവതി സ്നേഹിച്ചു തുടങ്ങുന്നു. രേവതിയുടെ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ സച്ചി മാറി വേറൊരു മനുഷ്യനാകും എന്നുള്ള കാര്യം 100% ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലേ. എന്തായാലും നമ്മുടെ സച്ചിക്ക് ആ ചന്ദനക്കുറി തൊട്ട് കൊടുത്തത് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. ഇതെന്താ ഇപ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ട് തരാമെന്ന് ചോദിച്ചപ്പം ഇത് ഞാൻ നിങ്ങളുടെ പേരിൽ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദമാണെന്ന് പറഞ്ഞു. നീ എൻ്റെ പേരിൽ വഴിപാട് കഴിച്ചോ? അതിനിപ്പോൾ എന്താ, നിങ്ങളുടെ പേരിൽ മറ്റാരും വഴിപാട് കഴിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് നേരാ. ഞാൻ ജനിച്ചിട്ട് ഇത്രയും നാളായിട്ടും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു വഴിപാട് കഴിച്ചോ അല്ലെങ്കിൽ എനിക്കായിട്ടൊരു പ്രസാദം കൊണ്ടു തന്നോ എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ആജന്മ ശത്രുവാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടായല്ലോ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം നന്ദിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല താനിത് ചെയ്തത് എന്നിങ്ങനെ രേവതി പറയുക. നിങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ മുന്നിൽ വഴിപാട് കഴിക്കണമെന്ന് തോന്നി, അത് ഞാൻ ചെയ്തു എന്നും പറഞ്ഞു. പിന്നെ ഇന്നെന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇവിടെ ഉള്ളതൊക്കെ മതി. അതല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്നാണ് ചോദിച്ചത്. അങ്ങനെയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ഉണ്ടാക്കിക്കോ, നീ എന്തുണ്ടാക്കിയാലും അത് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ?
നീ ഉണ്ടാക്കുന്നതെല്ലാം എനിക്കിഷ്ടമായിരിക്കും, നീ ഉണ്ടാക്കുന്നതെല്ലാം സൂപ്പറാണ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റും കൂടെ കൊടുത്തു. എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയുടെ ഇഷ്ടങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് രേവതിക്ക് സച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് രേവതി അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്തായാലും എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ രേവതി വെച്ച് വിളമ്പി സച്ചിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ ഇതിനെല്ലാം ഇടങ്കോലിടാനായിട്ട് ഒരു ഭൂതന ഇപ്പം അങ്ങോട്ടേക്ക് വരും, വേറെ ആരുമല്ല, അമ്മായിയമ്മ. പക്ഷേ ഇപ്പം രേവതി കുറച്ചൊക്കെ ബോൾഡ് ആയതുകൊണ്ട് രേവതിയുടെ അടുത്ത് ചന്ദ്രമതിയുടെ ഒരു കളികളും നടക്കുന്നില്ല. ചന്ദ്രമതിക്ക് അതുകൊണ്ട് ഭയങ്കര കലിപ്പായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ രേവതിയുടെ മുന്നിൽ ഒന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സച്ചിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം രേവതി ആ അടുക്കളയിൽ കയറി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. രേവതി സച്ചിയെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതൊക്കെ കണ്ട് കുശുമ്പ് കുത്താനും അല്ലെങ്കിൽ അതൊക്കെ കണ്ട് അസൂയപ്പെടാനും മാത്രമേ അമ്മയ്ക്കും സുധി എന്ന് പറയുന്ന മകനും കഴിയുകയുള്ളൂ. രേവതി ഒന്നുമില്ലാത്തവിടത്തെയാണെന്നും പറഞ്ഞ് രേവതി ഏതു നേരം കുത്തുന്ന ചന്ദ്രമതിക്ക് വരാൻ പോകുന്ന മരുമകൾ ഇനി എങ്ങനെയുള്ളതാണെന്ന് ഏകദേശമൊക്കെ ഐഡിയ ഒക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ നാളത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനലേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.